ഇന്ന് ആ ഒരു ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും ആയപ്പോഴത്തേക്ക് ഇനി പെരുമഴ ആകുമ്പോഴത്തേക്ക് ഏതാണെന്നുള്ളത് നമുക്കൊരു തീർച്ചയില്ല. ഇവിടെ വന്ന ജനങ്ങളെല്ലാം കണ്ട ഒരു സംഭവമാണ് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്. എന്നിട്ട് ആരും ഒരു വകയും ഇതുവരെ ഒരു നടപടികളും ആരും സ്വീകരിച്ചിട്ടില്ല. അശാസ്ത്രീയമായി നിർമ്മിച്ച ഓട കാരണം ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് പാരിപ്പള്ളി പാളയംകുന്ന് ആശാമുക്കിൽ താമസിക്കുന്ന 25ഓളം കുടുംബങ്ങൾക്ക്. വർക്കല പാരിപ്പള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഓട നിർമ്മിച്ചത്. ഈ ഓടയിലെ മലിനജലം ഇതിന്റെ പരിസരത്തുള്ള ഏകദേശം 25ഓളം വീടുകളിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് ഓടയുടെ ഔട്ട്പുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ വേളയിൽ തന്നെ നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളെയും ജനപ്രതിനിധികളെയും നേരിട്ടും രേഖാമൂലവും നിരവധി തവണ അറിയിച്ചിട്ടും സ്ഥലത്ത് യാതൊരു പരിശോധനയും നടത്താതെ ഒരു മലിനജല സംഭരണി നിർമ്മിക്കുകയും ചെയ്തു. ഒരു ചെറിയ മഴ പെയ്താൽ കൂടി ഈ മഴവെള്ള സംഭരണി നിറഞ്ഞ് ഇതിലെ മലിനജലവും വേസ്റ്റുകളും അടുത്തുള്ള വീടുകളിലും കൃഷിയിടങ്ങളിലും കിണറുകളിലും ഒഴുകിയെത്തുന്ന അവസ്ഥയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്കും നവകേരള സദസ്സിനും ഈ വാർഡിൽ താമസിക്കുന്നവർ ഒപ്പിട്ട് ഹർജികൾ നൽകിയിരുന്നു. എന്നിട്ടും മലിനജലവും അവശിഷ്ടങ്ങളും ഒഴുക്കിവിടുന്നത് തടയുന്നതിന് നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ ഒരു അതിഭയങ്കരമായ മഴ പെയ്ത് ആ വെള്ളം പാതി മുക്കാലും എൻ്റെ വീട്ടിനകത്താണ് ഇറങ്ങിപ്പോയത്. പിന്നെ ഈ റോട്ടിൽ ആർക്കും പോകാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ആയി. അത് ഇത്രയെങ്കിലും മണിക്കൂർ കണക്കിന് ആ വെള്ളം വന്നുകൊണ്ടിരുന്ന് നമുക്കിവിടെ ഈ കണക്കിന് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഇന്ന് ആ ഒരു ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും ആയപ്പോഴത്തേക്ക് ഇനി പെരുമഴ ആകുമ്പോഴത്തേക്ക് ഏതാണെന്നുള്ളത് നമുക്കൊരു തീർച്ചയില്ല. അങ്ങനെ നമ്മളിവിടെ കിടക്കുമെന്നൊരു ഉറപ്പുമില്ല നമുക്ക്. വെള്ളം ഇങ്ങും അടിച്ച് കയറി ഇവിടെ കിണർ മൊത്തം ഒന്നതേ താഴ്ചയില്ലാത്ത കിണറിന് ഹൈറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ വന്ന് വെള്ളം ഇങ്ങനെ നിന്ന് അകത്തോട്ട് കയറുന്ന ആ ഒരു ഇതിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് നമുക്കത് എന്തെങ്കിലും ചെയ്ത് തരണമെന്നുള്ള ആ ഒരു ഇതാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ മഴയിൽ ഓടയിൽ നിന്നുള്ള മലിനജലവും അവശിഷ്ടങ്ങളും ശക്തമായ രീതിയിൽ ഒഴുകി വരികയും അടുത്തുള്ള വീടിന്റെ പിൻവശത്തെ മതിൽ തകർത്ത് വീടിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറുകയും ചെയ്തു. മലിനജലം തങ്ങി നിന്ന് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയുമായി. ഏകദേശം 1 ലക്ഷം രൂപയിലധികം നാശനഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായതെന്ന് വീട്ടുകാർ പറയുന്നു. ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടി ഒരു ഏകദേശം 1.5 വർഷം മുമ്പേ തുടങ്ങിയതാണ് ഈ റോഡ് നവീകരണത്തിന്. അപ്പോൾ ഈ നവീകരണം വന്നപ്പം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഓടയും കൂടെ അവർ കെട്ടാനുള്ള സജഷൻ വന്ന് ഓട കെട്ടി. അപ്പോഴേ എല്ലാവരും അത് എതിർത്തതാണ്. വെള്ളം കെട്ടി വന്നിട്ട് ബാക്കിയുള്ളവരുടെ വീട്ടിൽ വരും, അത് ശരിയാവില്ല, അതുകൊണ്ട് അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വരത്തില്ല. വെള്ളം സ്റ്റോറേജ് ഫെസിലിറ്റി അവർ ഒരു 1.5 ലക്ഷം ക്യൂബിക് മീറ്റർ വരെ വെള്ളം അവിടെ സ്റ്റോറാവും, എല്ലാം റെഡിയാവും, ആരുടെ വീട്ടിലും വെള്ളം കയറത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓട നിർമ്മിച്ചത്. പക്ഷെ അന്ന് എല്ലാവരും പരാതി പറഞ്ഞതാണ്. അന്ന് അധികാരികളൊക്കെ വന്ന് നോക്കിയിട്ട് അവിടെ വന്ന് മാത്രം നോക്കിയിട്ട് പോയി. അവർ താഴോട്ട് വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയില്ല. അന്നേ എല്ലാവരും പരാതി പറയുന്നതാണ്, വീട് വെള്ളം കയറി വീടിനെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് അത് നല്ല രീതിയിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ആരും അധികാരികൾ ചെവിക്കൊണ്ടില്ല. അവരിങ്ങോട്ട് താഴോട്ടങ്ങ് വന്ന് നോക്കിയതുമില്ല. ആ റോഡിൽ മാത്രം അവർ കെട്ടി ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി വൈകിട്ട് ഭയങ്കര ഇടിയും മിന്നലും മഴയും ഉണ്ടായ സമയത്ത് ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഗൃഹനാഥൻ മരിച്ച സമയമായിരുന്നു. ആ സമയം വലിയൊരു മഴ പെയ്തപ്പോൾ ആ റോഡിൽ നിന്നുള്ള വെള്ളം എല്ലാം കുത്തൊഴുക്കി വന്ന് ഒരു ഡാം തുറന്നു വിട്ടാൽ എങ്ങനെയാണോ വെള്ളം വരുന്നത് ആ രീതിക്ക് വന്നിട്ട് അതെല്ലാം കൂടെ ഇടിഞ്ഞ് വന്ന് ഇവിടെ ഇതിൻ്റെ 4 വശവും ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള വെള്ളപ്പൊക്കം പോലെ ഈ കിണറിൻ്റെ 3/4 ഭാഗം വരെ വെള്ളവും ഇതിൻ്റെ 4 വശവും വെള്ളം പാഞ്ഞ് കുത്തൊലിച്ച് വന്ന് ഇവിടെ ആളുകളെല്ലാം നിൽക്കുന്ന അവരുടെ എല്ലാം ചെരുപ്പുകളും കാര്യങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഒലിച്ചങ്ങ് പോയി. ഇവിടെ വന്ന ജനങ്ങളെല്ലാം കണ്ട ഒരു സംഭവമാണ് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്. എന്നിട്ട് ആരും ഒരു വകയും ഇതുവരെ ഒരു നടപടികളും ആരും സ്വീകരിച്ചിട്ടില്ല. അധികാരികളും എല്ലാം കണ്ടതാണ് ഈ സംഭവം.
ഇങ്ങനെ വെള്ളം ഇനിയും മഴ പെയ്ത് ഇതേപോലെ വെള്ളം വരികയാണെങ്കിൽ ഞങ്ങളെ എല്ലാം വീടുകളിന് വളരെ നാശനഷ്ടങ്ങളുണ്ടാക്കും. വീടെല്ലാം ഇടിഞ്ഞു പോകാനുള്ള സാധ്യത വരെയുണ്ട്. അത്തരത്തിലാണ് വെള്ളം ഭയങ്കര ഫോഴ്സോടു കൂടിയാണ് വന്ന് ആ ബാക്കിൽ കെട്ടിയിരുന്ന മതിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. എല്ലാം അവിടെ തന്നെ ഇപ്പോഴും അതേപോലെ കിടക്കുകയാണ്. പിന്നെ റോഡിലുള്ള സകലമാന ചെളിയും അതിൻ്റെ അകത്തുള്ള ചപ്പ് ചവറുകളും എല്ലാം എല്ലാം ഇവിടെ വന്ന് അടിഞ്ഞ് ഡമ്പായിട്ട് മണ്ണും എല്ലാം കൂടി കിടക്കുക. അതേപോലെ തന്നെ ഈ കിണർ ഉപയോഗിക്കാൻ തന്നെ പറ്റുമെന്ന് അറിയത്തില്ല. അത്തരത്തിൽ കിണർ മൂടത്തക്ക രീതിയിൽ ഇത്ര പൊക്കത്തിന്, കിണറിന് ഇത്രയും പൊക്കം ഉണ്ടെങ്കിൽ ഇത്ര രീതിക്കാണ് വെള്ളം വന്ന് മറിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ വേനൽമഴ പെയ്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി കാലവർഷം ആരംഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാലവർഷത്തിന് മുന്നോടിയായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭരത് കൃഷ്ണൻ, പാരിപ്പള്ളി.